ISLന്റെ പുതിയ പതിപ്പിനായി ജൂൺ 12-ന് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നതിനു മുന്നേ ക്ലബ്ബുകൾ മികച്ച നീക്കങ്ങളും തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആദ്യത്തെ മികച്ച നീക്കമായി എഡ്മണ്ട് ലാൽ റിൻഡിക്കയെ സ്വന്തമാക്കാൻ അവസരം ലഭിച്ച ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന്റെ ഓഫറിൽ ഒതുങ്ങിപ്പോയി മികച്ച താരത്തെ നഷ്ടപ്പെടുത്തി. ഇങ്ങനെ നിരവധി താരങ്ങളെ പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തുണ്ടെങ്കിലും മറ്റു ടീമുകളായിരിക്കും അവരെ സ്വന്തമാക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത് കാണാനേ വിധിയുള്ളൂ. നമുക്ക് പിന്നെ താല്പര്യം കാണിക്കാനല്ലേ അറിയൂ, സൈൻ ചെയ്യാൻ അറിയില്ലല്ലോ. കഴിഞ്ഞ സീസൺ അവസാനം നിരവധി ഇന്ത്യൻ താരങ്ങളെ പുറത്താക്കുമെന്നും മികച്ച ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ അത്രക്കൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. മാനേജ്മെന്റിന്റെ ഉഡായിപ്പ് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി പ്രകാരം ചെറിയ തുകയ്ക്ക് താരങ്ങളെ കിട്ടിയാൽ എടുക്കും. കൂടാതെ ഉള്ള താരങ്ങളെ എങ്ങനെ വില കയറ്റി വിൽക്കാൻ പറ്റുമെന്ന സാധ്യതകളും നോക്കുന്നുണ്ട്. ഹോർമിപ്പാമ്പിനെ ബ്ലാസ്റ്റേഴ്സ് വമ്പൻ തുകക്കാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിലവിൽ ഇൻട്രസ്റ്റ് ഉള്ള ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാളും ഈ തുകയ്ക്ക് താരത്തെ സ്വന്തമാക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിലും വമ്പൻ തുകയ്ക്ക് ഹോർമിയെ ആര് സ്വന്തമാക്കാനാണ്? വിദേശ താരങ്ങളിൽ മിലോസും പെപ്രയും പോകുമെന്നത് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ബാക്കി താരങ്ങളുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. പക്ഷേ നോസദോവി ബ്ലാസ്റ്റേഴ്സിനൊപ്പം അടുത്ത സീസണിൽ ഉണ്ടാകും. ഇന്ത്യൻ താരങ്ങളിൽ ആരെങ്കിലും പോയാലേ ആരെങ്കിലും വരികയുള്ളൂ. മൊത്തത്തിൽ ഒരു സീസൺ കൂടെ ആരാധകരെ മൂഞ്ചിക്കൽ ലോഡിംഗ് ആണോ എന്ന സംശയമല്ല ഉറപ്പിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള + ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.